ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും നന്മയും സമാധാനവും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. അങ്ങനെ വലിയ ഈദ് സെലിബ്രേഷൻ ഒന്നുമല്ല, ഒരു കുഞ്ഞു സെലിബ്രേഷനാണ് നമ്മളുടേത്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വെൽക്കം. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റി മസാലയൊക്കെ തയ്യാറാക്കി നമുക്ക് ബിരിയാണി ചെയ്യാം. ഞാൻ എല്ലാ സ്റ്റെപ്പൊന്നും കാണിക്കുന്നില്ല ബിരിയാണിയുടെ, നമുക്ക് കുറേ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ വേഗം ആവത്തില്ല, അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ തവണയും കൂട്ടുകാരൊക്കെ വന്ന് നമ്മൾ അടിപൊളിയായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ലോക്ക്ഡൗൺ ആയത് കാരണം ഇങ്ങനെയൊക്കെ പോയി 2 പെരുന്നാളും ഇങ്ങനെ തന്നെയാണ് ആഘോഷിച്ചത്. നമുക്ക് മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിക്കാം. ഞാൻ അതിനായിട്ട് അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ട് പട്ടകളൊക്കെ ഇട്ട് കൊടുക്കണം. ബേ ലീവ്സ് ഉണ്ട്, ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറെല്ലാം വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് നമ്മൾ ദം ഇട്ട് കൊടുക്കുകയാണ്. ദമ്മിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മസാലയിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ ദമ്മിൻ്റെ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല കളറായിട്ടിരിക്കും ചോറുകളെല്ലാം. ഇങ്ങനെ ഒരു മസാലയൊന്ന് പിടിച്ച് നല്ല ടേസ്റ്റും ആയിരിക്കും, കാണാനും ആ ഒരു കളറും കിട്ടും നമുക്ക്. നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ലെയറിലാണ് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയറിൽ വെച്ചിട്ട് പുതിനയില, മല്ലിയില, അണ്ടിപ്പരിപ്പ്, ബട്ടറൊക്കെ ഇട്ടിട്ട് നമുക്ക് ദം സെറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടാറ്. നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ആക്കിയിട്ടും വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ടല്ല ദമ്മ് സെറ്റ് ചെയ്തത്, അലുമിനിയം ഫോയിൽ വെച്ച് അതിന് മുകളിൽ അടപ്പും വെച്ചിട്ട് വെയിറ്റും വെച്ചിട്ടാണ് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ദമ്മാക്കി വെച്ചിരിക്കുന്നത്. ബീഫ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. പപ്പടവും ഉണക്കമാങ്ങ അച്ചാറും സലാഡുമാണ് കോമ്പിനേഷൻ. നമുക്ക് കഴിക്കാം. ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റാണ് ഐസ്ക്രീം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് 4 മണിയായപ്പോൾ നമ്മൾ ചിക്കൻ മോമോസാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ഫ്രണ്ടാണ് ഉണ്ടാക്കിയത്. അതും അടിപൊളിയായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ബീച്ചിലേക്ക് പോയി. നമ്മുടെ ഫ്രണ്ട്സും ഒത്താണ് നമ്മൾ പോയത്. ഞങ്ങൾ ജഹറ ബീച്ചിലാണ് പോയത്. കുവൈറ്റിൽ അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ജഹറയിൽ ഇങ്ങനൊരു ബീച്ചുള്ള കാര്യം. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം കുവൈറ്റികളുടെ ശാലയാണ്. കടൽ ഭിത്തിയോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഇങ്ങനെ തുറസ്സായിട്ട് തന്നെ കിടക്കുകയാണ്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ബീച്ചാണ്. നമ്മൾ ഏകദേശം 5 മാസത്തിന് ശേഷമാണ് പുറത്തൊക്കെ ഇങ്ങനെ ഒന്ന് പോകുന്നതൊക്കെ. നമ്മൾ കൊറോണയുടെ ഇഷ്യൂ കാരണം നമ്മൾ അങ്ങോട്ടും ഇറങ്ങുന്നൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കടൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കൂ.
ഇതൊക്കെ കണ്ടോ, കുറേ ഷെൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. ഇവിടെ ബഗ്ഗി ഓടിക്കാനുള്ള സൗകര്യമുണ്ട്. മക്കളെല്ലാം നന്നായി എൻജോയ് ചെയ്തു. ബഗ്ഗിയൊക്കെ ഓടിച്ച് അടിച്ചു പൊളിച്ചു ഞങ്ങൾ.
ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈദ് സെലിബ്രേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.